പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുൻകഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയാക്കിയിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിൽ എങ്ങനെയാണ് ഒരു സെന്റൻസിനെ നിർമ്മിക്കുക എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് 40ഓളം വരുന്ന ഉദാഹരണങ്ങളെ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഉദാഹരണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ വേണം, ഉണ്ട് എന്നൊക്കെ അർത്ഥത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു ഉദാഹരണം, അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ, അവൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്നു, അവൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നു, വായിക്കുന്നു, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചതെല്ലാം. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന, അവൻ എല്ലാ ദിവസവും പത്രം വായിക്കാറില്ല, അവൻ എല്ലാ ദിവസവും പോവാറില്ല, അവൻ എല്ലാ ദിവസവും കാണാറില്ല, അങ്ങനെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെ സിമ്പിൾ പ്രസന്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സിമ്പിൾ പ്രസന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കുമല്ലോ. ആണ്. വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്നുകിൽ വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ അതേപോലെ ഉപയോഗിക്കും. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ അതേപോലെ ഉപയോഗിക്കും. ഇനി സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോമിലേക്ക് ഒരു എസ് ചേർത്തുകൊണ്ടും ഉപയോഗിക്കും. ഇനി നമ്മൾ ഒരു പ്രോസസ് അതിന് മുമ്പ് ചെയ്തു വെക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, വെർബിന്റെ ഈ ഫസ്റ്റ് ഫോമിനെ ഒന്ന് തിരിച്ചെഴുതണം. യഥാർത്ഥത്തിൽ ഈ വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളത് അതിനെ തിരിച്ചെഴുതുമ്പോൾ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഡു പ്ലസ് V1 എന്നാണ്. അതായത് ഡു പ്ലസ് V1, വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ മുമ്പ് ഒരു ഡു ചേർത്ത രൂപത്തിലാണ് അതിനെ കിട്ടുക. പക്ഷെ നമ്മൾ വാചകത്തിൽ എഴുതുമ്പോൾ ആ ഡു ഒഴിവാക്കിയിട്ടാണ് എഴുതുക. ഇനി വെർബിന്റെ ഫസ്റ്റ് ഫോമിനോട് കൂടെ എസ് ചേർത്ത രൂപത്തിന്റെ യഥാർത്ഥത്തിൽ തിരിച്ചെഴുതുമ്പോൾ കിട്ടേണ്ടത് ഡസ് പ്ലസ് V1 എന്നാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്ലേ എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണല്ലോ. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ അതിനെ തിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് ഡു പ്ലേ എന്നാണ്. ഓക്കെ, ഈ പ്ലേസ് എന്ന് പറയുന്ന PLAYS ചേർത്ത രൂപത്തിലാണെങ്കിൽ അതിനെ തിരിച്ചെഴുതുമ്പോൾ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഡസ് പ്ലേ എന്നാണ്. DOESPLAY, ഡസ് പ്ലേ എന്നാണ് കിട്ടേണ്ടത്. അപ്പോ V1 നമുക്ക് പിരിച്ചെഴുതാൻ വേണ്ടി ആദ്യം പറ്റണം. അതായത് V1 പിരിച്ചെഴുതിയാൽ ഡു പ്ലേ എന്നോ അല്ലെങ്കിൽ ഡസ് പ്ലേ എന്നോ കിട്ടും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ സാധാരണപ്പെട്ട ആ ഏത് സെന്റൻസിനെയാണോ നമുക്ക് നെഗറ്റീവ് ആകേണ്ടത് ആ സെന്റൻസിലേക്ക് ഇതിനെ ചേർത്തുകൊണ്ട് എഴുതുക. അതായത് പിന്നെ ഒരു ഉദാഹരണത്തിന്, അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണെങ്കിൽ ഇവിടെ ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്നാണല്ലോ. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്നാണല്ലോ. അതിലുള്ള പ്ലേസ് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ തിരിച്ചെഴുതുക. അപ്പം ഹി ഡസ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്ന് വരും. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ വാക്കിനെ നെഗറ്റീവ് ആക്കാൻ ഡസിന്റെ ശേഷം ഒരു നോട്ട് എന്നുള്ള പദം കൂടി ചേർത്ത് കൊടുക്കുക. ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്ന് വരും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, വി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നാണെങ്കിലോ, അവിടെ വി എന്ന് കഴിഞ്ഞാൽ പ്ലേ എന്ന വാക്കാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. അതിനെ തിരിച്ചെഴുതുമ്പോൾ വി ഡു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നാണ് വരിക. വി ഡു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നാണ് വരിക. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വി ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ആക്കാൻ വേണ്ടി വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ തിരിച്ചെഴുതുക. അത് എസ് ചേർത്ത രൂപമാണെങ്കിൽ ഡസ് പ്ലസ് V1 ആയിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല എസ് ചേർക്കാത്ത രൂപമാണെങ്കിൽ ഡു പ്ലസ് V1 എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക.
ശേഷം അതിന്റെ കൂടെ ഒരു നോട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്ന വാക്കിനെ നമുക്ക് നെഗറ്റീവ് ആക്കി എഴുതുമ്പോൾ പറയാം ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്ന് എഴുതാം. ഇനി ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്ന വാക്കിനെയാണെങ്കിൽ ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു മാറ്റമാണ് അവിടെ വരുത്തേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ they sleep 10 PM every day എന്ന ഒരു സെന്റൻസ്, ഒരു സിമ്പിൾ പ്രസൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അവർ എല്ലാ ദിവസവും 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിലുള്ള ദേ അതുപോലെ എഴുതുക. പ്ലേ എന്ന് പറയുന്ന വെർബിനെ പിരിച്ചെഴുതുക. അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പം എസ് ഇല്ലാത്തതാണ്. അപ്പം ദേ ഡു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നായി മാറും. ശേഷം ഈ വാക്കിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡൂവിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം വാക്കിങ്ങനെയായി മാറും ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നായി മാറും. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു സിമ്പിൾ പ്രസന്റിലുള്ള വാക്കിനെ ഉദ്ദേശിക്കുന്നു. അതായത് they sleep 10 PM every day എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വാക്കിനെ നോക്കാം. അതിന് നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള സ്ലീപ്പ് എന്ന വെർബിനെ പിരിച്ചെഴുതുക. അവിടെ സ്ലീപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ദേ ഡു സ്ലീപ്പ് എന്നാക്കി മാറ്റുക. അപ്പം ദേ ഡു സ്ലീപ്പ് 10 PM every day എന്നായി മാറും. ഇനി അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡൂവിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക. ദേ ഡു നോട്ട് സ്ലീപ്പ് എവറി ഡേ 10 PM every day എന്ന്. ഇനി ഹി സ്ലീപ്സ് 10 PM every day എന്നൊരു ഉദാഹരണമാണെങ്കിലോ അതിനെ നമ്മൾ ആദ്യം സ്ലീപ്പിനെ തിരിച്ചെഴുതുക. ഹി ഡു സ്ലീപ്പ് 10 PM every day എന്നായിട്ട് മാറും.